ശിവാനി ചേച്ചിയാ ഗൗതമേട്ടനെ ദേഹത്ത് കോഫി ഒഴിച്ചത്. അത് കഴുകാൻ വേണ്ടിയാ ഗൗതമേട്ടനെ വിളിച്ചോണ്ട് പോയത്. എത്ര നേരമെന്ന് പറഞ്ഞാ കഴുകുന്നേ? കോഫിയുടെ കറയാണോ കഴുകിയത്, അതോ മുറപ്പയ്യന്റെ മുതുകാണോ കഴുകിയത്? നിർത്തിക്കോ. എന്റെ സഹോദരിമാരായിരുന്നാലും എന്റെ മുറപ്പെണ്ണായിരുന്നാലും ഇനി ഏത് പെണ്ണായിരുന്നാലും ശരി, ആരെങ്കിലും പറ്റി ഒരു വാക്കെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞ താൻ ഇവിടുന്ന് 2 കാലിലും നടന്നു പോവില്ല. എന്താ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ? നിന്റെ മുറപ്പെണ്ണ് നിന്റെ കയ്യിൽ ചാഞ്ഞു നിൽക്കുവല്ലായിരുന്നോ? നീ അവളെ കയ്യിൽ താങ്ങി അങ്ങ് നിർത്തിയേക്കുമായിരുന്നല്ലോ. അതിനെന്താ നിനക്ക് പറയാനുള്ളത്? വെള്ളത്തിൽ കാലു വെച്ചപ്പോ തെന്നി ചേട്ടന്റെ പുറത്തേക്ക് വീണതാ. ചേട്ടൻ അപ്പൊ എന്നെ പിടിച്ചില്ലായിരുന്നെങ്കില് എന്തെങ്കിലും ഒരു ചുമരിലിടിച്ചോ താഴെ വീണോ എന്റെ തല പൊട്ടുമായിരുന്നു. ഇതൊക്കെ കാണുമ്പോ എന്റെ മകന്റെ മനസ്സ് വിഷമിക്കില്ലേ? പറയേ. വിജയ്ക്ക് ഇനി താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷം ഇവൾ ആര് കെട്ടാനാ? ഇനിയിപ്പോ മുറച്ചെറുക്കൻ തന്നെ കെട്ടുവോ എന്തോ? ഈ വീട്ടിൽ ആദ്യത്തെ കല്യാണം നടക്കാൻ പോകുന്നത് നിനക്ക് നിന്റെ അനിയത്തിമാർക്കും അല്ല, പിന്നെ നിനക്ക് തന്നെയാണ് ഗൗതം. നിന്റെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ നിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കുകയുള്ളൂ. നോക്ക്, ഇത്രയും നേരം ഞാൻ ക്ഷമയോടെ ഇരുന്നു. എന്റെ ശിവാനി മോൾക്കെതിരെ തെറ്റ് ചെയ്താൽ ജീവൻ എടുത്തിട്ട് ഞാൻ പിന്നെ സംസാരിക്കൂ. ജീവൻ പോയാലും എന്റെ ഏട്ട തെറ്റ് ചെയ്യില്ല. ആരോ വാതില് പുറത്തുനിന്നും കുറ്റിയിട്ടതാ. ഇവർ രണ്ടുപേരുടെ മേലും പഴി ചാരാൻ വേണ്ടി അങ്ങനെ ചെയ്ത്. അതെ, മനഃപൂർവ്വം തന്നെ ചെയ്തിരിക്കുന്നേ. ആദ്യം അത് ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. കഥക് കുറ്റിയിട്ടത് ആരാണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ അമ്മേ, ശിവാനിയെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. എന്താടാ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? പെണ്ണവളുടെ മുറപ്പയ്യന്റെ കൂടെയാണെന്ന് നീ തന്നെയല്ലേ കുറ്റം പറഞ്ഞത്? ഇപ്പൊ അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അച്ഛാ, അവരകത്തുണ്ടായിരുന്നെന്ന് കരുതി ഡോറൊന്നും അടച്ചിട്ടില്ലായിരുന്നു. ഈ കല്യാണ നിശ്ചയം നടക്കാതിരിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം പുറത്തു നിന്ന് പൂട്ടിയതാ. വിജയ്, ശിവാനിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. തിരുമേനി, ആദ്യം മോതിരമാറ്റം നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തട്ടം കൈമാറാം. ശരി മോനെ. നമുക്ക് പോവാട്ടാ. വാ മക്കളെ. നിശ്ചയം കഴിയുന്നത് വരെ ഇവിടെ നിൽക്ക് ഗൗതം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എങ്ങനെ നിൽക്കാനാ? ഇതിലൊരു മോതിരം മാത്രമല്ലേ ഉള്ളൂ. അവരോടൊന്ന് നിൽക്കാൻ പറ. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ മോതിരം കാണുന്നില്ലെന്ന് പറഞ്ഞല്ലേ, അതെടുത്ത ആരാന്ന് അറിഞ്ഞിട്ട് പോയാ മതി. അപ്പൊ മോതിരം ഞങ്ങളെ മോഷ്ടിച്ചെന്നാണോ? ആവശ്യമില്ലാത്ത പ്രശ്നം വേണ്ടെന്നാ ഞങ്ങൾ ഉദ്ദേശിച്ചേ. ആ മുറിയിലേക്ക് ലക്ഷ്മി മാത്രമാ കയറുന്നത് കണ്ടേ. ഗൗതം നിക്കേ. ആ മോതിരം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ആരെങ്കിലും ആയിരിക്കണമല്ലോ അത് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കണമല്ലോ. ഇവർ പോയതിനു ശേഷം നമുക്ക് കിട്ടിയില്ലെങ്കിലോ? അപ്പൊ ഇവരെ തന്നെ സംശയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് എടുക്കാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമുക്ക് പരിശോധിച്ച് നോക്കാം.
സോറി, പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുൻപ് ഞാൻ നിന്നെ തൊടാൻ വന്നപ്പോ എന്റെ നേരെ നീ കൈയോങ്ങുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്റെ 2 കൈ നിന്റെ ഇടുപ്പത്ത് വച്ച് നിന്നെ ഞാൻ ആസ്വദിച്ച് പരിശോധിക്കും. ഇവിടെയുള്ള ആണുങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം. പക്ഷെ ഒരു പെണ്ണിനെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പെണ്ണ് തന്നെ പരിശോധിക്കണമെന്ന് ഒരു പോലീസുകാരനായ നിങ്ങൾക്കെന്താ അറിയില്ലേ? യാ, ഐ നോ. ശിവാനി, സ്ത്രീകളെല്ലാം ഈ ഭാഗത്തേക്ക് വന്നേ. അച്ഛാ, നിങ്ങൾ പുരുഷന്മാരെ എല്ലാരും പരിശോധിക്കൂ. എന്നെ പരിശോധിച്ചറിയച്ച. എന്നെയും പരിശോധിച്ച് നോക്ക. ആദ്യം നിന്റെ പരിശോധന നിർത്തിക്കോ ഗോവിന്ദ. അവിടുത്തെ പരിശോധനയും നിർത്ത. മോതിരം കിട്ടിയോ വല്യച്ഛ? ശ്രദ്ധയില്ലാതെ മോതിരം ഇവിടെ കളഞ്ഞിട്ട് അവിടെ പരിശോധിച്ചിട്ട് എന്തു പ്രയോജനം? എന്താ ഗീതേ, സൂക്ഷിച്ചു വെക്കണമെന്നറിയില്ലേ? ഇതാ തിരുമേനി. തിരുമേനി, ഇനി എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോന്ന് നല്ല വ്യക്തമായിട്ടൊന്ന് നോക്ക്.
എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഗൗതം. നല്ല കാര്യം. വാ മക്കളെ. നിന്റെ മുറിച്ചെറുക്കൻ്റെ മേലെ പഴിയൊന്നും വന്നില്ലല്ലോ. തൽക്കാലം അതിൽ നീ സന്തോഷിക്കേ. പക്ഷേ എനിക്ക് നീ തന്നെ വേണമെന്ന് ഞാൻ എന്തിനാ പിടിവാശി കാണിച്ചെന്നറിയാം. ഇത്രയൊക്കെ നടന്നത് കൊണ്ടേ നീ എൻ്റെ കൂടെ കൂടി കഴിയും. അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട അച്ഛാ. എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ 2 മിനിറ്റിനുള്ളിൽ ചെയ്തോളാം. ഈ ഫോണിൽ റെക്കോർഡായ ലക്ഷ്മിയുടെ വീഡിയോ കാരണം എനിക്ക് അവളെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിരിക്കല്ലേ. മോളെ ലക്ഷ്മി, ഇവിടുത്തെ ജനൽ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. നീ വേറെ മുറിയിലോട്ട് പോകാൻ നോക്ക്. അവൾ അവിടുന്ന് പോകാതിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിക്കുമായിരുന്നു. കറക്റ്റ് പ്ലാനിങ് ആയിരുന്നല്ലോ. എന്നിട്ടെന്താ ഇങ്ങനെ? ഈ സാരിയില് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? വിവാഹ നിശ്ചയം എന്ന് വെച്ചാ പെൺകുട്ടികളെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണെന്നോർത്ത് സന്തോഷിക്കുന്ന സമയം. പക്ഷെ ശിവാനിയുടെ മുഖത്ത് അല്പം പോലും സന്തോഷം ഉണ്ടായിരുന്നില്ല. അതെ ചേച്ചി, ഗായത്രി ചേച്ചിക്ക് സംഭവിച്ചതുപോലെ നടക്കാൻ പാടില്ലെന്ന് എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നോ? ചേച്ചി ഞാൻ പോലീസ് ആവാൻ പോവാന്ന് ഞൊടിച്ചു കാണിക്കുമായിരുന്നു. പാവം, അവള് ഞൊടിക്കുന്ന വിരലുമടക്കി കല്യാണ പെണ്ണായിരിക്കുന്നത് കണ്ടോന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുക. ഏട്ടനെ കൊണ്ട് ശിവാനി വിവാഹം കഴിപ്പിച്ചാലോ? വഴക്കുണ്ടാവത്തേ ഉള്ളൂ. ഉണ്ടായാലെന്താടി? എന്താ മക്കളെ?
പറയൂ ദുർഗേ, ചേച്ചി പറയുമല്ലോ. ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം നടത്താൻ കഷ്ടപ്പെടുന്ന ഏട്ടന് ശിവാനിയുടെ കാര്യം പറഞ്ഞ് ആവശ്യമില്ലാതെ ഏട്ടനെ ദേഷ്യപ്പെടുത്തണോ? ഇനി ഒരിക്കലാവാം. പറ മക്കളെ. ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല. അത് ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങള് ഏത് ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ചെലവ് കൂടുതലാണെന്ന് വെച്ച് നിങ്ങളുടെ കാര്യത്തിന് എന്തെങ്കിലും ഞാൻ കുറവ് വരുത്തോ? ലക്ഷ്മി, ചേച്ചി എന്താ ലക്ഷ്മി, നീ എനിക്കൊരു ഭാരമായിട്ട് മാറുമെന്ന് നീയും മനസ്സിൽ കരുതുന്നുണ്ടോ? പിന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഏട്ടാ, നിശ്ചയമാകാൻ പോകുന്ന പെണ്ണിങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ ചെറുക്കനെ സ്വപ്നം കണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. കല്യാണ ചെക്കന്റെ പേര് ശശികുമാർ. ആ പേര് കേട്ടതും ചേച്ചിയുടെ കണ്ണ് കണ്ടില്ലേ എങ്ങനെ തിളങ്ങുന്നേന്ന്? ശരി ശരി, അവളെ കളിയാക്കുന്നത് മതിയാക്ക്. നാളെ രാവിലെ തന്നെ ലക്ഷ്മിയുടെ നിശ്ചയത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. ചേച്ചിക്ക് മാത്രമേ ഉള്ളോ? എല്ലാവർക്കും ഉണ്ട് മക്കളെ. താങ്ക്സ് ഏട്ടാ. എന്താടാ അമ്പരെന്ന് നോക്കുന്നേ? ഞാൻ പുറത്തുനിന്ന് വന്ന ആളല്ല, നിങ്ങളെ പ്രസവിച്ച അമ്മയാ. ഈ അസമയത്ത് എന്താ അമ്മ? യാത്ര ചെയ്ത ബസ്സിൽ നിന്നും 4 മണിക്ക് ഇറക്കി വിട്ടാൽ ഞാൻ എന്താ ചെയ്യാ? ദർശനം നന്നായിരുന്നു അമ്മേ. ഇവിടെ ചെയ്ത പാപം എവിടെയെങ്കിലും പോയി കഴുകണമെന്ന് പറഞ്ഞാ അതിത്തിരി ബുദ്ധിമുട്ടാ ഭരതരാജ. അപ്പോ നമുക്ക് ഗൗതമനെ ഒതുക്കണ്ട മുത്തശ്ശി? ഗൗതമനെ ഒതുക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ ഒതുക്കാതെ നമ്മൾ നോക്കണം. നീ എന്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ തന്നെ ആരുടെയോ കാല് നീ വലിക്കാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യായി. ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി. ഇങ്ങനെയൊക്കെ പറഞ്ഞാ കേൾക്കുന്നവർ പേടിക്കില്ലേ? നിങ്ങളെ കാണുമ്പോ തന്നെ പകയില്ലാതെ കോട്ടുവായിട്ട് നല്ല സമാധാനത്തോടെ കിടന്നിറങ്ങി എണീറ്റ് വരുന്നത് പോലെയുണ്ട്. അമ്മ വരുന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. അത് സത്യ. ബസ് നാളെ എത്തേണ്ടതായിരുന്നു. എന്നോടുള്ള ഭയം കൊണ്ട് എന്നെ ഇന്ന് തന്നെ എത്തിച്ചു. എന്താ മരുമകളെ, പാതിരാത്രിയിൽ നിന്റെ ഉറക്കം കെടുത്തിയോ എന്ന് നീ ആലോചിക്കുകയാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മായി. തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നതല്ലേ. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആരതി എടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നേനെ. എടുത്തി ഇങ്ങനെ പറഞ്ഞ അമ്മ വല്ലാതെ വേദനിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് ആരതി ഒഴിഞ്ഞ് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടുവിചാരണയിൽ എൻ്റെ മോൻ്റെ മാനം കളഞ്ഞ് 16 വർഷമായി.
ആ കൊച്ചു ചെറുക്കനായിരുന്ന ഗൗതം നമ്മുടെ അന്തസ് കളഞ്ഞു കുളിച്ചു. അവൻ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടേ മതിയാവൂ. എന്റെ ഏട്ടന്റെ മകൻ എന്താ ചെയ്തത് അമ്മായി? ഗീതാകുമാരി, ഈ ചോദ്യം എന്നോട് ചോദിച്ചപ്പോഴെല്ലാം നിനക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. മോനെ വരദരാജ, നിന്റെ ഭാര്യ അറിയാത്ത പോലെ ചോദിക്കുന്നതും നീ മനസ്സിലാക്കിക്കുമെന്ന് നമ്മൾ പറയുന്നതും നമുക്ക് ശീലമായ ഒരു കാര്യമല്ലേ? അപ്പൊ എന്റെ മകൻ തോറ്റവനെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും.